ഒരു മാസ് പടമാണ്. പക്ഷേ എനിക്ക് ഫസ്റ്റാണ് കുറച്ചും കൂടെ ആയിട്ട് ഇത് ഇമോഷണൽ സീനൊക്കെ കുറേ കൂട്ടിച്ചേർത്ത പടം ഒത്തിരി ലെങ്തി ആയിപ്പോയി. പടം മാസ് തന്നെയാണ്, ഫസ്റ്റും സെക്കൻഡും ഒക്കെ അതുപോലെ തന്നെയാണ്. പക്ഷേ ഒരു പൊടിക്ക് മുന്നിൽ ഫസ്റ്റ് തന്നെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പെർഫോമൻസ് ബേസ് കാണണമെങ്കിൽ ഫാസ്റ്റ് ഫാസിലിനെ കാണണമെങ്കിൽ മസ്റ്റായിട്ട് വന്നിരിക്കണം. തിയേറ്റർ വാച്ച് തന്നെയാണ്. സൗണ്ട് സിസ്റ്റം എല്ലാം കിടിലും. കുറച്ച് ലെങ്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായി. ഇൻട്രോൽ സീനൊക്കെ ഫഹദാണ് കൊണ്ടുവന്നത്. ആദ്യം ഒരു ചെറിയ ലാഗ് തോന്നിയ ഫഹദ് വന്നതോടെ പടം മാസാക്കിയായിരുന്നു കേട്ടോ. ഓക്കെ, ഫഹദ് ഒരു രക്ഷയില്ല. നമുക്ക് കേരളക്കാർക്ക് അഭിമാനിക്കാവുന്ന രീതിയിലുള്ള അഭിനയമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. കോമഡി ഉണ്ട്, അതേപോലെ തന്നെ സീരിയസ് ആയിട്ടും ഫഹദ് ഫാസിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഒരു ഗംഭീര ക്യാരക്ടറാണ് ഫഹദ് ഫാസിൽ ചെയ്തിട്ടുള്ളത്. പുഷ്പയാണ് ഞാൻ കണ്ടത്. പുഷ്പ 2 കണ്ടു. നല്ല പടമാണ്, കിടിലൻ പടമാണ്. അതുപോലെ തന്നെ എനിക്ക് എടുത്തു പറയാനുള്ളത് ഫഹദ് ഫാസിലിൻ്റെ അഭിനയമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഫഹദ് ഫാസിലിൻ്റെ അഭിനയം. ഇതിൽ മെയിനായിട്ട് സ്കോർ ചെയ്തേക്കുന്ന ഫഹദ് ഫാസിലാണ്. അതുപോലെ തന്നെ അല്ലു അർജുൻ ചെയ്തിട്ടുണ്ട്. ഫഹദ് ഫാസിലിൻ്റെ കൂടെ പിടിച്ചു നിൽക്കാൻ അല്ലു അർജുൻ വളരെ കഷ്ടപ്പെടുന്നുണ്ട്. കാരണം ഇതിൻ്റെ ഇൻ്റർവെല്ലിൽ കഴിഞ്ഞ് ഫഹദ് ഫാസിലിൻ്റെ സീൻ തീരുന്നിടം വരെ പുള്ളിയുടെ കയ്യിലാണ് ഈ സിനിമ പോണത്. നിങ്ങൾ ആ സിനിമ ഒന്ന് കണ്ടു നോക്കി. കാരണം അത്രയും നല്ല പവർഫുൾ ക്യാരക്ടറാണ് പുള്ളി ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന രശ്മി മന്ദാന സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ജഗവതി ബാബു ഒക്കെ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ക്യാമറ, മ്യൂസിക്, അതുപോലെ തന്നെ ആക്ഷൻ സീനുകൾ ഒക്കെ നല്ല വളരെ. പക്ഷേ ഇതിനകത്ത് ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ ചില ലോജിക്ക് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇത്രയും രൂപയൊക്കെ ചിലവാക്കി നമ്മൾ സിനിമ എടുക്കുമ്പോൾ ലോജിക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം ഒരു ഡയറക്ടറെ സംബന്ധിച്ച് എപ്പോഴും ക്രൗഡ് ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ വണ്ടികൾ ശ്രദ്ധിക്കുക, യൂസ് ചെയ്യുന്ന കാലഘട്ടം ശ്രദ്ധിക്കുക, ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട അദ്ദേഹം ശ്രദ്ധിക്കണമായിരുന്നു. മറ്റു കുഴപ്പങ്ങളൊന്നും ഞാൻ പറയണില്ല. ഈ സിനിമ എന്തായാലും എല്ലാത്തരം പ്രേക്ഷകർക്കും വളരെയധികം ഇഷ്ടപ്പെടും. സൂപ്പർ സിനിമയായിരിക്കും. പുഷ്പ 2 പോസിറ്റീവ്സ് പറയുകയാണെങ്കിൽ ഫാഫ എന്താ പറയുക, നമ്മുടെ രംഗണനും ഷമ്മിയും കൂടി ചേർന്ന ഒരു എക്സ്ട്രീം ലെവൽ ജോക്കർ ടൈപ്പ് വില്ലൻസാണ്. അത്യാവശ്യം നൈസായിരുന്നു. ഫസ്റ്റിൽ സ്ക്രീൻ സ്പേസ് കുറവാണെങ്കിൽ ഇതിനകത്തൊരു കംപ്ലീറ്റ് ഒരു അയ്യപ്പൻ കോശി റാപ്പ് പോലെ, ഗീവ് ആൻഡ് ടേക്ക് റാപ്പ് പോലെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. പിന്നെ അല്ലു അർജുൻ ആക്ഷൻ ഉണ്ട്, മാസ് സീക്വൻസ് ഉണ്ട്, ഡാൻസ് അത്യാവശ്യം ഡിസ്കസൊക്കെ നൈസ് ഇമ്പാക്റ്റ്ഫുൾ ആയിരുന്നു. മാസിന് വേണ്ടി അത്യാവശ്യം കുറേ ആക്ഷൻ സീക്വൻസ് ആഡ് ചെയ്യുന്നുണ്ട്. അത് അത്യാവശ്യം തിയേറ്ററിൽ സക്സസ്ഫുൾ ആയിരുന്നു, ഇമ്പാക്റ്റ്ഫുൾ ആയിരുന്നു. BGM നൈസായിരുന്നു. ബട്ട് എനിക്ക് തോന്നുന്നു ഇമോഷണൽ കണക്ഷൻ വന്നപ്പോൾ പ്രത്യേകിച്ച് 3 മണിക്കൂറിൻ്റെ പടം എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ലാഗൊന്നും ഫീൽ ചെയ്യില്ല. പടം പെട്ടെന്ന് പേര് കാണിച്ചതെന്ന് വെച്ചാൽ പടം തീർന്നു എന്നുള്ളതായിരുന്നു. ഒബ്വിയസ്ലി കൊടുത്തിട്ടുണ്ട്, നൈസായിരുന്നു. നമ്മുടെ അല്ലു അർജുൻ പറഞ്ഞല്ല, ഫാഫ അതിനകത്ത് പൊളിച്ചു. ഞാൻ പറഞ്ഞത് ഒരു എക്സ്ട്രീം ലെവൽ വില്ലനേഴ്സാണ്. ഫസ്റ്റിലെ ഒരു ചെറിയ സ്ക്രീൻ സൈസ് ആണെങ്കിൽ അതൊരു പക്ക ഒരു അയ്യപ്പൻ കോശി വൈ പോലെ ഒരു ഗിവ് ആൻഡ് ടേക്ക് റാപ്പ് നന്നായി ഫീൽ ചെയ്യണം. എന്തായാലും മിസ് ചെയ്യണ്ട ഇതൊന്നാണ്.